ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 2 ആണ്. മൊത്തത്തിൽ 5 എപ്പിസോഡാണ് പാർട്ട് 2ൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഓരോ ടീമിലെ ആളുകളുടെ ഫൈറ്റാണ്. അയൺ ഡ്രാഗൺ ആണെങ്കിലും കോബ്ര കൈ ആണെങ്കിലും ബാക്കിയുള്ളവരെ തോൽപ്പിച്ച് പോയിന്റ്സ് നേടും. സ്റ്റോറി നന്നായി ഫൈറ്റ് ചെയ്യുന്നെങ്കിലും റോബിക്ക് അതിന് പറ്റുന്നുണ്ടാവില്ല. അവന് തീരെ ഫോക്കസ് ഉണ്ടാവില്ല. അയൺ ഡ്രാഗൺസിൽ ഈ പെണ്ണും മറ്റേ ഹൈറ്റുള്ളവനുമായിരിക്കും മെയിൻ. അടുത്തത് സാമിൻ്റെ ഊഴമായിരിക്കും. ജോണി കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും അവളെ. കോബ്ര കൈക്ക് 28ഉം മിയാഗിഡോന് 17 പോയിന്റ്സുമായിരിക്കും ഉണ്ടാവുക. മറുഭാഗത്ത് മിഗ്വേലും ഡെമിട്രിയും ഹോക്കും ഡേവോണും സാമിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവസാനം ക്യാപ്റ്റനായ റോബി വരെ തോൽക്കുകയാണ്. ശേഷം ഡാനിയൽ അവരോട് ഇന്ന് രാവിലത്തെ ഇവന്റ് കുറച്ച് ടഫായിരുന്നു, പക്ഷെ അതിലൊന്നും തളരേണ്ട ആവശ്യമില്ല. ഇനി 2 ഇവന്റ് കൂടെ ബാക്കിയുണ്ട്. നമ്മൾ വേൾഡിലെ തന്നെ ബെസ്റ്റ് ഡോജോസിന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതത്ര ഈസി ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് മൈൻഡൊക്കെ ക്ലിയർ ആക്കി കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന് പറയും. ജോണി, ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊരു തീരുമാനം? നമുക്ക് വേണ്ടത് പോയിന്റ്സ് ആണ്. ഓക്കെ, ശരിയാണ്, പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് അയൺ ഡ്രാഗൺസിനോടാണ്. ആ സമയം അവിടെയുള്ള ഒരു സ്റ്റാഫ് ഡാനിയലിനോട് ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞതാന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കും. അത് കണ്ട് ഡാനിയൽ ഞെട്ടും. മിസ്റ്റർ ലൊറൂസോ, മാസ്റ്റർ സെറാനോ ഇന്ന് 11 മണിക്ക് നിങ്ങളെ കാണും. നിങ്ങളുടെ സെൻസെയെ അയാൾക്കറിയാമെന്ന് പറയും. എന്ന് വെച്ചാൽ മിയാഗിയെ. എന്നിട്ട് അഡ്രസ്സും കൊടുക്കും. എനിക്ക് പോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഈ ടൂർണമെൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണോ നിനക്കിത്? പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. അങ്ങനെ പോകുന്നതിനിടയിൽ ഇത് കണ്ട ക്രീസ് എങ്ങോട്ടാ തിരക്ക് പിടിച്ച്? ടീമിൻ്റെ അടിപൊളി പെർഫോമൻസ് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് പോവാണോ? പക്ഷെ ഡാനിയൽ അതൊന്നും മൈൻഡാക്കാതെ പോകും. ശേഷം സാമും ഡേവോണും ലിഫ്റ്റിൽ അവരുടെ തോൽവിയെക്കുറിച്ച് സംസാരിക്കുകയായിരിക്കും. അതിനിടയിലാണ് അയൺ ഡ്രാഗൺ ടീമിലെ ഇവരെ തോൽപ്പിച്ച ആ ലേഡി വരുന്നത്. ലൈവിൽ ഇന്നത്തെ മാച്ച് അടിപൊളിയായിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഇൻസ്റ്റയിൽ നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടാവും. ഇവൾ തന്നെയായിരിക്കും റോബിയെ വായി നോക്കിയതും. ശേഷം റൂമിൽ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന മിഗ്വേലിനോട് ഹോക്ക് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ റോബി, അവൻ്റെ മൈൻഡ് ഇവിടെ ഒന്നുമല്ല, വേറെ എവിടെയോ ആണ്. ആ സമയത്താണ് റോബി അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് അവർ വിഷയം മാറ്റും. ശേഷം ഡാനിയൽ അഡ്രസ്സ് കിട്ടിയ സ്ഥലത്തേക്ക് പോകും. അവിടെ ഇറങ്ങി ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറയുമെങ്കിലും അയാൾ അവിടുന്ന് പോകുന്നു. ശേഷം ജോണി ഒരു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സെൻസെ വൂൾഫ് അവിടെ എത്തി സ്പാനിഷിൽ എന്തോ ചോദിക്കും. ഒന്നും മനസ്സിലാകാത്ത ജോണി, നീ ഇപ്പം എന്താ വിളിച്ചത്? എന്ന് വെച്ചാൽ നീ എന്താ കഴിക്കുന്നതെന്ന്. നീ ഇതുപോലെ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അല്ലാതെ ഇതുപോലെയുള്ള ചവറൊന്നും കഴിക്കല്ലേ. ജോണി, നിനക്ക് എന്നെക്കുറിച്ച് ഒരു തേങ്ങയും അറിയില്ല, ഞാൻ എവിടെ നിന്നാണെന്ന് പോലും. ആ സമയം ഒരു അനൗൺസ്മെൻറ്റ് വരും. സെക്കായ് ടെക്കായുടെ നെക്സ്റ്റ് ഇവൻറ്റ് 90 മിനിറ്റുകൾക്കുള്ളിൽ തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പെട്ടെന്നൊരു കുട്ടി പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ ഡാനിയലും ഞെട്ടും. ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ലോക്കറ്റ് മേടിക്കുകയാണ്. ശേഷം ഡാനിയൽ അഡ്രസ്സ് കിട്ടിയ വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ പിന്നിൽ നിന്നൊരാൾ അടിച്ച് ബോധം കെടുത്തുകയാണ്. സാം ആണെങ്കിൽ അച്ഛനെ കാണാത്തത് കൊണ്ട് ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നുണ്ടാവില്ല. ആ സമയം സെൻസെ വൂൾഫ് അയാളുടെ ടീമിലെ മെയിൻ സ്റ്റുഡൻറ്റിനെ ട്രെയിൻ ചെയ്യിക്കുന്നതായി കാണും. ഒന്ന് തെറ്റ് ചെയ്യുമ്പോൾ നല്ല അടി കൊടുക്കും. വീണ്ടും തെറ്റിക്കുമ്പോൾ പൊതിരെ തല്ലാൻ തുടങ്ങും. അത് കണ്ട് നിൽക്കാൻ പറ്റാതെ സാം അവിടുന്ന് പോകുന്നു. അവൾ ജോണിയോട് അച്ഛനെ കണ്ടിരുന്നോന്ന് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോൾ വരുമെന്ന് പറയും. ഈ ഇവന്റിൽ തോറ്റാൽ അപ്പോൾ തന്നെ ഔട്ടാകും. പോയിന്റ്സിനും ടൈമിനുമാണ് പ്രാധാന്യം. അതിനനുസരിച്ചാണ് രാത്രിയിലെ എലിമിനേഷൻ നടക്കുക. ജോണി, ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മൊണ്ണകളെയൊന്നും പേടിച്ച് ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾ അങ്ങോട്ട് പോകണം, അഗ്രസീവായിട്ട് തന്നെ. എന്നിട്ട് തറ പറ്റിക്കണം. ആദ്യം വിളിക്കുന്നത് ഡേവോൺലിയെ ആയിരിക്കും. ജയിച്ചേക്കണം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടും. പക്ഷേ ഡേവോൺ നല്ല വൃത്തിക്ക് തന്നെ തോൽക്കുകയാണ്. 10 സെക്കൻഡിനുള്ളിൽ ഔട്ടാവുന്നു. ശേഷം ഡാനിയലിന് ബോധം വരും. അവനൊരു പട്ടിക്കൂട്ടിലായിരിക്കും ഉള്ളത്. അടുത്ത് വേറെയും കൂട്ടിലായി ഒരുപാട് പട്ടികളുണ്ട്. ഡാനിയൽ സഹായത്തിനായി ആരെയും വിളിക്കുമ്പോൾ 2 പേര് അവിടേക്ക് വരും. ആരാ നിങ്ങൾ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുകയാണ്. ഒരു തെറ്റും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സെറാനയുടെ ആൾക്കാരാണോ? എന്നെ വിട്, എനിക്ക് പോകണം എന്ന് പറയുമ്പോഴും അവരൊന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. എന്നിട്ട് കാണിക്കുന്നത് റോബി ഔട്ടായതായിട്ടായിരിക്കും. 45 സെക്കൻഡിനുള്ളിലായിരിക്കും ഔട്ടായിട്ടുണ്ടാവുക. ജോണി മിഗ്വേലിനോട് ഇനി നീയാണ് ലാസ്റ്റ് ചാൻസ് പോയിന്റ്സ് കിട്ടാനായി. അങ്ങനെ മിഗ്വേൽ കളത്തിലിറങ്ങുന്നു.
അതിൽ 40 സെക്കൻഡിനുള്ളിൽ മിഗ്വൽ ആ എതിരാളിയെ തോൽപ്പിക്കുകയാണ്. സ്കോർ ബോർഡിൽ 1-ാം സ്ഥാനത്ത് അയൺ ഡ്രാഗൺ, 3-ാം സ്ഥാനത്ത് കോബ്ര കായ്, 12-ാം സ്ഥാനത്തായിരിക്കും മിയാഗി-ഡോ ഉണ്ടാവുക. ജയിച്ച മിഗ്വൽ അത്ര സന്തോഷത്തോടെ സെൻസേ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ ജോണി നമ്മൾ ഒരുപാട് ലേറ്റ് ആയടാ, അതുകൊണ്ട് സെലിബ്രേഷൻ ഇവിടെ പ്രസക്തിയില്ലെന്ന് പറയും. ഇത് കേട്ട അവൻ ഒരുപാട് സങ്കടമാവും. മറ്റവർ പോകാൻ നിൽക്കുമ്പോൾ ജോണി നിങ്ങൾ അങ്ങോട്ടാ, ഞങ്ങൾ റൂമിലേക്ക് ഒന്ന് ഫ്രഷ് ആവാൻ, ഇപ്പോൾ എല്ലാവരും ലോക്കർ റൂമിലേക്ക് വരാനായി പറയും. അവിടുന്ന് സെൻസേ വൂൾഫ് ജോണിക്ക് ഒരു ഹായും കൊടുക്കുന്നുണ്ട്. ജോണി ഇപ്പോൾ ഞാൻ അവിടെ കണ്ടത് കരാട്ടെ ആയിരുന്നില്ല, നിങ്ങളുടെ വീക്ക്നെസ് ആയിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമ്മൾ എലിമിനേറ്റ് ആകും. ഇനി തോറ്റാൽ വീണ്ടും നമ്മുടെ പഴയ ലൈഫ് പോലെ തോറ്റുകൊണ്ടേയിരിക്കും. ഇനിയും നാണം കെടാനാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് സ്കിപ്പ് ചെയ്ത് ഫ്ലൈറ്റും വിളിച്ച് വീട്ടിൽ പോവാം. നിങ്ങൾക്ക് എന്ത് പറ്റിയടാ, എവിടെ നിങ്ങളുടെ പഴയ ഫൈറ്റ്? സാം ഇപ്പോഴും നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ റൂൾസാണ് വലുത്. ആ സമയം ദേഷ്യം വന്ന ഡേവോൺ എൻ്റെ സെൻസയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു പോകരുത് എന്ന് പറയും. ഇതൊന്നും കേട്ടു നിൽക്കാൻ പറ്റാതെ മിഗ്വൽ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, കൂടെ ബാക്കിയുള്ളവരും. ശേഷം ഡാനിയൽ ഇപ്പോഴും ആ കൂട്ടിലായിരിക്കും ഉള്ളത്. പെട്ടെന്നാണ് ആ പോക്കറ്റിൽ നിന്ന് നേരത്തെ വാങ്ങിയ ആ ലോക്കറ്റ് വീഴുന്നത്. അതിൽ ഡാനിയൽ എന്തോ ശ്രദ്ധിക്കും. ശേഷം ഡേവോൺ ലീ ജോണിയോട് ഞാനൊരു തെറ്റ് ചെയ്തിരുന്നു, ശരിക്കും എനിക്ക് കെന്നിയെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചീറ്റ് ചെയ്തിട്ടാണ് അതിൽ ജയിച്ചത്. ഞാൻ ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവളാണ്. ഇത് കേട്ട ജോണി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. ശേഷം ആ പട്ടികളുടെ കൊര കേട്ട് മറ്റോമാര് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡാനിയലിനെ കാണുന്നുണ്ടാവില്ല. ശേഷം സെക്കായ് ടെക്കായുടെ എലിമിനേഷൻ ഫേസിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇതിൽ ആര് തോറ്റാലും അവർക്ക് വീട്ടിൽ പോവാവുന്നതാണ്. ഇതിൽ കുറച്ച് ഉയരത്ത് നിന്നിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്. ഓരോ ഡോജോയിൽ നിന്നും 2 പേരായിരിക്കണം വരേണ്ടത്, അതും ഒരേ സമയം. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കും. അയൺ ഡ്രാഗൺസ് പതിവ് പോലെ എല്ലാത്തിനെയും സിമ്പിളായി തോൽപ്പിക്കും. അതിൽ നിന്നും അടിച്ചു പുറത്തേക്ക് വീഴുന്നയാൾ ഔട്ടാകും. അയൺ ഡ്രാഗണിലെ അവനെ കണ്ട ഹോക്ക് ഇവനെന്താടാ വല്ല ലാബിലും കൊണ്ട് ഉണ്ടാക്കിയതാണോ, മോൺസ്റ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ സാം അവൻ മോൺസ്റ്റർ ഒന്നുമല്ല, കാരണം നേരത്തെ സെൻസേ വൂൾഫിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നത് അവൾ കണ്ടതായിരുന്നു. ശേഷം കോബ്ര കായും എല്ലാവരെയും പുഷ്പം പോലെ പൊട്ടിക്കും, പ്രത്യേകിച്ച് ടോറി. എല്ലാവരും അവൾക്ക് വേണ്ടി കൈയടിച്ച് ടോറി ടോറി എന്ന് പറയാൻ തുടങ്ങും. അടുത്തത് മിയാഗി-ഡോ ആയിരിക്കും. സാം ആയിരിക്കും ഇറങ്ങുന്നത്. ജോണി നിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവൻ ഓക്കെ ആയിരിക്കും. ഇന്ന് കുറച്ച് ടഫ് ഡേ ആയിരുന്നു, പക്ഷേ എന്നെക്കാളും ബാലൻസ് ഉള്ള ആളുകളല്ലേ നിങ്ങൾ. മിയാഗി-ഡോയിൽ പഠിപ്പിച്ചതൊക്കെ പുറത്തേക്കിടണമെന്ന് പറയൂ. ആദ്യം സാമും റോബിയും മത്സരിക്കും. പെട്ടെന്ന് റോബിയുടെ ഫോക്കസ് ടോറിയിലേക്ക് പോകുന്നു. അങ്ങനെ റോബി ഔട്ടാവുകയാണ്. അടുത്തത് ഡേവോണിനെ പറഞ്ഞു വിടും. സാം ഔട്ടാവുമ്പോൾ പെട്ടെന്ന് ഹോക്ക് ഇറങ്ങും. പെട്ടെന്ന് ഹോക്കിനെ അടിക്കാൻ പോകുന്നതിനിടയിൽ ഡേവോൺ അവളെയും കൊണ്ട് പുറത്തേക്ക് ചാടി പോയിന്റ് പിടിക്കുകയാണ്. അപ്പോഴേക്കും ഡെമിട്രിയെ വിടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഔട്ടായതോടെ അവസാനമുള്ള മിഗ്വയിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അവൻ രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും.
അങ്ങനെ ആ റൗണ്ടിൽ മിയാഗിഡോ വിജയിക്കുകയാണ്. എല്ലാ ടീംസും അവർക്ക് വേണ്ടി കൈയടിക്കും. ആ സമയത്താണ് കാർമെൻ്റെ അമ്മ വിളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ശേഷം ഡാനിയൽ റൂമിലെത്തുമ്പോൾ ജോണി ബാഗ് പാക്ക് ചെയ്യായിരിക്കും. എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ റോസ വിളിച്ചിരുന്നു. കാർമെൻ്റെ പ്രഗ്നൻസിയിൽ എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവൾ ഓക്കെ അല്ലേ? അറിയില്ല. ഞാൻ മിഗുവിനോട് സംസാരിച്ചു. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പോകും. ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടില്ല. ഡാനിയൽ, അത് കുഴപ്പമില്ല. നീ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്ക്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാം എനിക്ക് വിട്ടേക്കെന്ന് പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.